പ്രിയപ്പെട്ടവരെ, പ്രതികരണ ശേഷി എന്നത് മനുഷ്യരിൽ വളർന്നു വരേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മനോഭാവമാണ്. പ്രശ്നസങ്കീർണമായ ഈ ലോകത്ത് പ്രതികരണ ശേഷി ഉണ്ടാകുക, നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ പലപ്പോഴും ഇത്തരം പ്രതികരണ ശേഷി നാം പ്രകടിപ്പിച്ച് കാണുന്നില്ല. അന്യായത്തിനും അനീതിക്കുമെതിരായി ധീരമായി പടപൊരുതാൻ തയ്യാറാവാത്ത ഒരു അവസ്ഥയിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പടപൊരുതാൻ തയ്യാറായാൽ തന്നെ അവർക്ക് ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ നേരിടേണ്ടി വരികയാണ്. അവരെല്ലാവരും ഒറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടത്തിലെങ്കിലും ഒന്നിച്ചു നിൽക്കാൻ കഴിയണം. എല്ലാ വിഭാഗീയതയും മറന്നുകൊണ്ട് സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒന്നിച്ചു നിൽക്കാൻ കഴിയണം. ഇപ്പോഴും സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അടിമത്തത്തിൽ മനോഭാവത്വം, അടിമത്തിൽ കഴിഞ്ഞുകൊണ്ട് വിധേയരായി കഴിയുന്ന ഈ മനോഭാവത്തിന് നമുക്കൊരു മാറ്റവും വന്നിട്ടില്ല. വിധേയമായി ജീവിക്കുന്നതിന് പകരം അന്യായങ്ങൾക്ക് വേണ്ടി ധീരമായി ശബ്ദിക്കാൻ നമുക്ക് കഴിയണം. ഭൂരിപക്ഷത്തെ അടിച്ചമർത്തുന്ന അധീശവർഗം എപ്പോഴും ആഗ്രഹിക്കുന്നത് ഭൂരിപക്ഷത്തിന്റെ നിശബ്ദതയാണ്, നിഷ്ക്രിയത്വമാണ്. അവർക്കെതിരായി ഒന്നും പ്രതികരിക്കാൻ അവരുടെ എതിരായി വരുന്ന ശബ്ദങ്ങൾ, അവർക്കെതിരായി വരുന്ന ചോദ്യങ്ങളെ എപ്പോഴും നിലക്ക് നിർത്താനാണ്, അടക്കി നിർത്താനാണ് അധീശവർഗം എപ്പോഴും ആഗ്രഹിക്കുന്നത്. അവർക്ക് ചങ്ങലയിൽ ബന്ധിതരായ കുറ്റവാളികളെ പോലെ നിശ്ചബ്ദത പാലിക്കാൻ ഒരിക്കലും മോചനം ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിന് സാധ്യമല്ല. അവർ ഇതിനെതിരായി പ്രതികരിച്ച് തന്റെ നിലപാടുകളും കാഴ്ചപ്പാടുകളും അവർ ഉറക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ വിമോചനം കാംക്ഷിക്കുന്ന ഒരു ജനം ഒരിക്കലും ഇങ്ങനെ വിധേയമായി നിൽക്കാൻ അവർക്ക് തയ്യാറാവുകയില്ല. അവർ പ്രതികരിക്കും. അധീശവർഗത്തിനെതിരായും അവർക്ക് തന്നെ അപ്രിയകരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ആ സത്യം അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താനും ആളുകൾ ഉണ്ടാകും. പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും. തോൽക്കാൻ തയ്യാറായാൽ മരണം വരെ തോൽക്കാൻ മാത്രമേ സമയം കാണൂ. ഏത് സാഹചര്യത്തെയും മുന്നോട്ടു പോകാൻ തയ്യാറായിരിക്കൂ. എന്നാൽ നിങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കാമെന്നാണ് APJ അബ്ദുൽ കലാം പറഞ്ഞത്. അതുകൊണ്ട് സത്യത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി, ധർമ്മത്തിനു വേണ്ടി ഐക്യപ്പെടാൻ നമുക്ക് കഴിയണം. ഇത് സാധ്യമാവണമെങ്കിൽ സമൂഹത്തിലെ നേതാക്കൾക്കും ഭരണാധികാരികൾക്കും അവരുടെ നേതൃത്വപരമായിട്ടുള്ള പങ്ക് അവർ നിർവഹിക്കണം. എന്നാൽ പലപ്പോഴും അവര് ഇത്തരം നേതൃത്വപരമായ പങ്ക് നിർവഹിച്ച് കാണുന്നില്ല. അപ്പോൾ ശരിയായ നേതൃത്വത്തിന്റെയും മാർഗദർശനത്തിന്റെയും അഭാവമാണ് ഇന്ന് നിലനിൽക്കുന്ന എല്ലാ പ്രശ്നത്തിനും കാരണം. എവിടെ നോക്കിയാലും അധികാരമോഹവും എനിക്കും കിട്ടണം പണം, സാമ്പത്തിക മോഹവും മാത്രമാണ് നമുക്ക് കാണുന്നത്. ജനാധിപത്യ ലംഘനമാണ് എല്ലാ രംഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്യത്വത്തിന്റെ അതിരുവരമ്പുകൾ ഭേദിച്ച് ഭിന്നിപ്പിച്ചു നിൽക്കുന്നവരെ ഒന്നിച്ചു നിർത്താൻ, ഐക്യപ്പെടാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഐക്യപ്പെടുമ്പോൾ ഏത് പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. നമുക്കറിയാം, ഒറ്റപ്പെട്ടു നിൽക്കുന്ന മരം കൊടുങ്കാറ്റിൽ ചിലപ്പോൾ നിലംപതിച്ചേക്കാം. എന്നാൽ പക്ഷേ കൂട്ടമായി നിൽക്കുന്ന മരങ്ങൾ കൊടുങ്കാറ്റിനെ അതിജീവിക്കാൻ ആ മരങ്ങൾക്ക് സാധിക്കും. അതുപോലെ ഒന്നിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. ഈ അവസരത്തിൽ പ്രശസ്ത ഉറുദു കവി ഫൈസ് അഹമ്മദ് ഫൈസിന്റെ വരികൾ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ചലത്തെ ഹെ ദബേ പാओ कोई जाग न जाए, गुलामी के असीरों की यही खास अदा है, होती है जो कौम हक बात पे एकजा, उस कौम का हाकिम ही बस उनकी सजा है. അദ്ദേഹം പറയുന്ന അതിന്റെ ആശയം ഇതാണ്: പതുങ്ങിയ കാൽവപ്പോടെ ആരെയും ഉണർത്താതെ നടക്കുന്നുവോ, നമ്മുടെ ഈ ലോകത്ത് ജീവിച്ചതിന് യാതൊരു തെളിവുമില്ലാതെ പതുങ്ങി വിധേയ മനസ്സോടുകൂടി എല്ലാം കീഴ്പ്പെട്ടുകൊണ്ട് പതുങ്ങിയ കാൽവപ്പോടെ ആരെയും ഉണർത്താതെ നടക്കുന്നുവോ, അടിമത്തത്തിൽ ബന്ധിക്കപ്പെട്ടവരുടെ പ്രത്യേക രീതിയാണിത്. അടിമത്തിൽ ബന്ധിക്കപ്പെട്ടവർക്ക് മാത്രമേ ഇങ്ങനെ ജീവിക്കാൻ സാധ്യമാവുകയുള്ളൂ എന്ന്. പിന്നീട് അദ്ദേഹം പറയുകയാണ്, होती है जो कौम हक बात पे एकजा, उस कौम का हाकिम ही बस उनकी सजा है. ഏതൊരു ജനത സത്യത്തിന് വേണ്ടി ഐക്യപ്പെടാതിരിക്കുന്നുവോ ആ സമൂഹത്തിലെ ഭരണാധികാരി തന്നെ ആ സമൂഹത്തിന് ശാപമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സത്യത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും പാഠമാണ് നാം വീണ്ടും പഠിക്കേണ്ടത്. എന്നാൽ ലോകത്തിന്റെ നേതൃത്വവും മാർഗദർശനവും
നമ്മിൽ ഏൽപ്പിക്കപ്പെടും. അതിനുവേണ്ടി സത്യത്തിന്റെയും നീതിയുടെയും പാഠം വീണ്ടും നാം പഠിക്കാൻ തയ്യാറാവുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.